ഹരിയേട്ടന് ഒരു ആക്സിഡന്റ് പറ്റി, അത്രേ ഉള്ളൂ. ജീവൻ ഒരു ആപത്തും പറ്റിയിട്ടില്ല ഇതുവരെ. വിനേട്ടനൊന്നും പറ്റിയില്ലല്ലേ? നീ കണ്ടോ ആളിനെ? കണ്ടില്ല, പക്ഷെ മനസ്സിലായി. വിനേട്ടന് കുറച്ച് മുറിവുകളെ കാണൂ, വേറെ പ്രശ്നമൊന്നുമില്ല. വേഗം സുഖാവും. മോളെ, വിനയം മരിച്ചു എന്നും പറഞ്ഞ് താലി കെട്ട് നടത്താതെ ഇവര് പോവാൻ നിൽക്കുക. എന്ത് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. ഹരിയേട്ടാ, വിനേട്ടൻ മരിച്ചിട്ടില്ല. ഈ കല്യാണം നടത്താതെ പോവരുത് പ്ലീസ്. എന്റെ വിമലേച്ചിക്ക് പിന്നത് താങ്ങാനാവില്ല. അതെ, മുഹൂർത്തം കഴിഞ്ഞിട്ടില്ലല്ലോ, താലി കെട്ട് നടക്കട്ടെ. അമ്മേ, ആ സംശയം തീർന്നല്ലോ. നമ്മൾ തീരുമാനിച്ച മുഹൂർത്തം തീരുന്നതിന് മുമ്പ് തന്നെ ഇനി കല്യാണം നടത്താം. പറ്റില്ല, നടക്കില്ലത്. മുഹൂർത്തമൊക്കെ കഴിഞ്ഞു, ഇനി രാഹുകാലമാ. ഇപ്പൊ തന്നെ വന്നവരിൽ ചിലരൊക്കെ തിരിച്ചു പോവുകയും ചെയ്തു. സഹോദരൻ മരിക്കാതെ തന്നെ മരിച്ചു എന്ന വാർത്തയും വന്നു. മൊത്തത്തിൽ അശുഭ ലക്ഷണമാ. ഇന്നിനി ഈ കല്യാണം നടത്തണ്ടെന്നാ തീരുമാനം. അയ്യോ, അങ്ങനെ പറയില്ലേ. ഏട്ടൻ അപകടത്തിൽപ്പെട്ടു എന്നുള്ളത് സത്യമാ. അത് കാരണം വിമലേച്ചിയുടെ കല്യാണം മുടങ്ങി ഏട്ടൻ അറിഞ്ഞ ശരീരത്തിലേറ്റ മുറിവിനേക്കാൾ വലിയ മുറിവായിരിക്കും ഏട്ടന്റെ മനസ്സിനേൽക്കുന്നത്. അതുകൊണ്ട് ഇനി എന്താണ് അമ്മ ഒരു തടസ്സം? എന്തിനാ അമ്മ ഈ ബലം പിടിക്കുന്നത്? ഞാൻ ഇതുവരെ ഒരു ബലവും പിടിച്ചിട്ടില്ല. ഇന്ന് ഈ കല്യാണം നടത്തണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അമ്മേ, ഇത്രയൊക്കെ ഒരുക്കങ്ങൾ ചെയ്തിട്ട് അത് വേണ്ടെന്ന് വെക്കാനോ? വിവാഹം വേണ്ടെന്നല്ലോ അവൾ പറഞ്ഞത്. ഇതിനു വേണ്ടി രണ്ട് കുടുംബത്തിനും കുറച്ച് കാശ് ചിലവായിട്ടുണ്ട്, സമ്മതിച്ചു. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നമ്മൾ ആരും പ്രതീക്ഷിച്ചതല്ലല്ലോ. ഈ നഷ്ടം രണ്ടു കൂട്ടരും കൂടെ സഹിക്കേ നിവൃത്തിയുള്ളൂ. കാശ് നഷ്ടപ്പെടുന്നത് കൊണ്ട് പറഞ്ഞതല്ല. മോളെ വിസ്മയേ, ഇനി ഈ കല്യാണം നടക്കില്ല എന്ന് നമ്മൾ ആരും പറഞ്ഞില്ല. നമുക്ക് മറ്റൊരു നല്ല ദിവസം നോക്കി ഹരീന്ദ്രന്റെയും വിമലയുടെയും കല്യാണം നടത്താം. എന്താ വല്യേട്ടാ, എന്തു പറയുന്നു? നല്ല തീരുമാനം. ദുർനിമിത്തങ്ങളിൽ ലക്ഷണക്കേടുകളും കണ്ടാൽ ഇതുപോലുള്ള ഒരു ചടങ്ങ് നടത്തരുത്. അതാണ് ശരി. ഒരു ലക്ഷണക്കേടും ഉണ്ടായിട്ടില്ല. ഈ നിസാര കാരണം പറഞ്ഞ് കല്യാണം മുടക്കരുത്. ഇതൊന്നും ഞങ്ങളായിട്ടുണ്ടാക്കിയതല്ലോ മോളെ, സ്വയം സംഭവിച്ചതല്ലേ. അമ്മേ, നിർത്ത്. മര്യാദയ്ക്ക് പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നീ അവളുടെ കഴുത്തി താലി കെട്ടി അവളുടെ വീട്ടിലേക്ക് തന്നെ പൊയ്ക്കോ. ഞങ്ങൾ ഇറങ്ങുക, നീ വേണമെങ്കിൽ വന്നാ മതി. നിങ്ങളിപ്പോ കല്യാണത്തെ പറ്റി ചിന്തിക്കാതെ മകന്റെ കാര്യം ശരിയാക്കാൻ നോക്ക്. അയാൾ അപകടനില തരണം ചെയ്ത് വരട്ടെ. എന്നിട്ട് വിശാലമായി തന്നെ നമുക്ക് ഈ കല്യാണത്തെ പറ്റി ചിന്തിക്കാം. അതാണ് ഞങ്ങളുടെ തീരുമാനം. ആ ഹരീന്ദ്ര, വാ, നമുക്കിറങ്ങാം. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. ഹരിയേട്ടൻ വിമലേച്ചിയുടെ കഴുത്തിൽ ആ താലി ഒന്ന് കെട്ടിക്കോട്ടെ. ഒരുപാട് സ്വപ്നം കണ്ട വിവാഹം ഇത്. പ്ലീസ്. ഒരു പ്ലീസും ഇല്ല. വരന്റെയും വധുവിന്റെയും കണ്ണീര് വീണ ഈ സ്ഥലത്ത് വെച്ച് കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കില്ല. ആരും യാചനയായിട്ട് തടയാനും വരണ്ട. വാടാ, വരാൻ. വാടാ. ഹരിയേട്ടൻ, ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.